ലഡാക്കിലെ 3-ാം ദിവസം രാവിലെ ഞങ്ങൾ മറ്റൊരു തടാകത്തിലേക്ക് പുറപ്പെട്ടു. ചങ്താങ് മേഖലയിലെ കോർസോക്കിൽ സ്ഥിതി ചെയ്യുന്ന സോ മൊറീറി. സോ എന്നാൽ ലഡാക്കി ഭാഷയിൽ തടാകം എന്നർത്ഥം. 1-ാം ദിവസം ഞങ്ങളുടെ സാരഥിയായ താഷിയെ ഞങ്ങൾ വീണ്ടും വിളിച്ചു. ലേ മനാലി റോഡിലൂടെ താഷിയുടെ ഓമ്നിയിൽ വീണ്ടും ഒരു യാത്ര. ലഡാക്കി മലനിരകളുടെ കാവ്യഭംഗി ആസ്വദിച്ചങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ടിക്സയിലുള്ള താഷിയുടെ വീടെത്തി. വണ്ടി നിർത്തിയ അയാൾ ഒരു അത്ലറ്റിനെ പോലെ വീട്ടിലേക്ക് ഓടി. ഞങ്ങൾക്ക് പ്രാതലിനായി ഭാര്യ തയ്യാറാക്കി വെച്ച റൊട്ടിയെടുക്കാനായിരുന്നു ആ ഓട്ടം. ഇന്നത്തെ യാത്രയിൽ ഭക്ഷണത്തിന് മറ്റു മാർഗമില്ലെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഉപ്ഷിയിലെ ഒരു ധാബയിൽ ഇറങ്ങി. ന്യൂഡിൽസിന്റെ കാരണവരായ ചൌമീനായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. വണ്ടി കണ്ടപ്പോൾ റോഡിലൂടെ മേയുകയായിരുന്ന യാക്കിൻ കൂട്ടങ്ങൾ ഓടിയൊളിച്ചു. ഉപ്ഷിയിൽ വെച്ച് തദ്ദേശവാസിയായ ഒരാൾക്ക് ഞങ്ങൾ വണ്ടിയിൽ ഇടം കൊടുത്തിരുന്നു. 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ കെട്ടും ഭാണ്ഡവുമെടുത്ത് അയാൾ ഇറങ്ങി. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ കരാർ തൊഴിലാളിയാണ് അയാൾ. സിന്ധു നദിയുടെ അരികുപറ്റിയാണ് യാത്ര. ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ ഭൂരിഭാഗവും സിന്ധു നദീതീരത്തിലൂടെയാണ്. ചില ഭാഗങ്ങളിൽ ശാന്തമായും മറ്റു ചില ഭാഗങ്ങളിൽ പാറക്കെട്ടുകളിൽ തട്ടി പ്രക്ഷുബ്ധമായും സിന്ധു ഒഴുകുന്നു. പാങ്കോങ് തടാകത്തിലേക്കുള്ള റോഡിനെ അപേക്ഷിച്ച് ചുരങ്ങളില്ലാത്ത പാതയാണ് സോ മൊറീറിയിലേക്ക്. അതുകൊണ്ടുതന്നെയാണ് ഓമ്നിയുമായി വരാമെന്ന് താഷി സമ്മതിച്ചത്. സിന്ധു നദീതടത്തിൽ അങ്ങിങ്ങായി പച്ചപ്പുകൾ കാണുന്നുണ്ട്. എങ്കിലും അപ്പുറത്ത് തരിശായ മൊട്ടക്കുന്നുകൾ തന്നെ. ലേയിൽ നിന്ന് 240 കിലോമീറ്ററാണ് മൊറീറി തടാകത്തിലേക്കുള്ളത്. 6 മുതൽ 7 മണിക്കൂർ വരെയാണ് യാത്രാ സമയം. നദിക്ക് കുറുകെയുള്ള ഈ ഉരുക്കുപാലം ഒരു ഗ്രാമത്തിലേക്കുള്ളതാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന മലകളാണ്. രാവിലെ ഞങ്ങൾ പുറപ്പെടാൻ വൈകിയിരുന്നു. മലയുടെ ശീതളഛായയിലൂടെ കടന്നുപോകുന്ന നിരപ്പായ റോഡിലൂടെ അതിവേഗതയിലാണ് താഷി വണ്ടിയോടിക്കുന്നത്. ലഡാക്കിലെ ഞങ്ങളുടെ യാത്രകളിലെല്ലാം മലകളാണ് നിത്യകാഴ്ചകൾ. എന്നാൽ ഈ മലകൾ ഓരോന്നും വ്യത്യസ്തമാണ്. ചില മലകൾ മണ്ണുമലകളാണെങ്കിൽ മറ്റു ചിലവ കരിങ്കല്ല് കൊണ്ടുള്ളതാണ്. കറുപ്പും വെളുപ്പും ചെമപ്പുമായി പല വർണ്ണങ്ങളിലുള്ള മലകൾ. മണ്ണിന്റെയും കല്ലിന്റെയും പാളികൾ അടുക്കിവെച്ച പോലുള്ള മലകൾ. കുത്തനെയുള്ള മലകളും ചെരിഞ്ഞ മലകളും തട്ടുതട്ടായി കിടക്കുന്ന മലകളും. ഒരു ശില്പകാരനെ പോലെ പ്രകൃതി കൊത്തിയെടുത്ത ചാരുശില്പം പോലെയുള്ള മലകൾ. ആർദ്രമായ മലകളും വരണ്ടുണങ്ങിയ മലകളും. ശീതകാലത്താണെങ്കിൽ മഞ്ഞണിഞ്ഞ മലകൾ. ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നത്. ഹെമിയ ഗ്രാമം. ഇവിടെയും കാണാം ഗോതമ്പ് പാടങ്ങൾ.
മിനിമം സൗകര്യങ്ങളോടുകൂടിയ ഒരു ചെറിയ ആവാസ വ്യവസ്ഥയാണ് ലഡാക്കിലെ ഓരോ ഗ്രാമവും. നല്ല വീതിയുള്ള ഒരു ഉരുക്കുപാലത്തിലൂടെ ഞങ്ങൾ കയറിയിറങ്ങി. കന്നുകാലികൾ റോഡിൽ യഥേഷ്ടം വിഹരിക്കുന്നു. പ്രാചീന ഭാരതീയ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായ സിന്ധു നദിയുടെ തീരത്തിലൂടെ തന്നെയാണ് ഞങ്ങൾ നീങ്ങുന്നത്. ടിബറ്റിൽ ഉത്ഭവിച്ച് കാരക്കോറം പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന സിന്ധു നദി ജമ്മു കാശ്മീർ വഴി പാകിസ്ഥാനിൽ പ്രവേശിച്ച് അറബിക്കടലിൽ ചെന്നു പതിക്കുന്നു. 3180 കിലോമീറ്ററാണ് സിന്ധു നദിയുടെ ആകെ നീളം. ഇത് മറ്റൊരു ഗ്രാമം. ലേയിലും പരിസര പ്രദേശങ്ങളിലും ബസ് സർവീസ് തീരെ കുറവാണ്. മിക്ക ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും ദിവസം ഒരു ബസ് സർവീസ് മാത്രമാണ് ഉള്ളത്. തദ്ദേശീയർ യാത്ര ചെയ്യുന്നതും സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതും ഈ ബസ്സിലാണ്. അല്ലാത്ത സമയങ്ങളിൽ അവർക്ക് യാത്രയ്ക്ക് വേറെ മാർഗമില്ല എന്ന് പറയാം. വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന് അനുകൂലമായ ജലോപരിതലമാണ് സിന്ധു നദിയിലേത്. ആഴം കുറഞ്ഞതും കല്ലുകൾ ഇല്ലാത്തതുമായ പുഴയുടെ ഭാഗങ്ങളിലാണ് റാഫ്റ്റിംഗ് നടത്തിവരുന്നത്. താൽക്കാലികമായ ഉരുക്കുപാലത്തിന് സമാന്തരമായി ഇവിടെ ഒരു സ്ഥിരം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ടെന്റുകളാണ് ഇവ. കിയാരി ഗ്രാമവും പട്ടാള ക്യാമ്പുമാണ് ഇത്. ലഡാക്കിലെ ചെറു ഗ്രാമങ്ങളിലെ സാധാരണ ജനവിഭാഗം തങ്ങളുടെ ജീവിതത്തിന് സൈനികരോട് കടപ്പെട്ടിരിക്കുന്നു. വൈദ്യുതി ഉൾപ്പെടെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ സൈനികരുടെ സംഭാവനയാണ്. പകരം സൈന്യം ആവശ്യപ്പെടുന്നത് തദ്ദേശീയരുടെ സഹകരണമാണ്. മലമടക്കുകളിലൂടെ നുഴഞ്ഞുകയറുന്ന ശത്രുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ യഥാസമയം ലഭ്യമാകുന്നതിന് സൈനികർക്ക് തദ്ദേശീയരുടെ സഹകരണം അനിവാര്യമാണ്. മാത്രമല്ല, ഓരോ സൈനിക റെജിമെന്റിലും തദ്ദേശീയരായ സൈനികർ ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു നിശ്ചിത ഭൂപ്രകൃതിയുമായി ഇഴുകിച്ചേരാനുള്ള കഴിവ് തദ്ദേശീയരായ സൈനികർക്ക് കൂടുതലായിരിക്കും. സാധന സാമഗ്രികളുമായി പോകുന്ന ഗ്രാമീണരുടെ വാഹനമാണ് മുന്നിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ചുംതാങ് ഗ്രാമത്തിലെത്തി. ചുംതാങ്ങിലെ പട്ടാള ക്യാമ്പിന് പിൻവശത്തായി കാണുന്ന ഉഷ്ണനീരുറവയാണ് ഇത്. ഭൂമിയുടെ അന്തർഭാഗത്തു നിന്ന് തിളച്ചു മറിയുന്ന വെള്ളം പുറത്തേക്കൊഴുകുന്നു. ഇത്തരം ഉഷ്ണനീരുറവകൾ പല രാജ്യങ്ങളിലും ഉണ്ട്.
ഹിമാചൽ പ്രദേശിലെ മനാലിക്കടുത്ത മണികരൺ ഇന്ത്യയിലെ ഒരു പ്രസിദ്ധമായ ഉഷ്ണ നീരുറവയാണ്. ഭൗമാന്തർഭാഗത്തെ ആഗ്നേയ ശിലകളിലൂടെ കടന്നുവരുന്ന ഇത്തരം ഉറവകളിൽ ധാതുലവണങ്ങളുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടുതന്നെ ഈ വെള്ളം ഉപയോഗിച്ച് സന്ധിരോഗങ്ങൾ ഭേദമാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വെള്ളവും പച്ചമരുന്നും ഉപയോഗിച്ച് വാതവും സന്ധിരോഗങ്ങളും ഭേദമാക്കുന്ന മുറിവൈദ്യന്മാർ ഇവിടങ്ങളിലുണ്ട്. ചുമത്താങ് ഗ്രാമവും കടന്ന് മറ്റൊരു വിശ്രമസ്ഥലം. റോഡിലൂടെ ഉരുണ്ടുപോയ കോളക്കുപ്പിക്ക് പിന്നാലെ പായുകയാണ് താഷി. താമസിയാതെ ഞങ്ങൾ ഒരു 3 കൂടിയ കവലയിലെത്തി. ഇവിടെ ഒരു പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. സ്ഥലപ്പേര് വായിച്ചപ്പോൾ നമ്മുടെ മാഹിയാണോ എന്ന് ആദ്യമൊന്ന് അമ്പരന്നു. മാഹെ എന്നാണ് ഈ സ്ഥലനാമത്തിന്റെ ഉച്ചാരണം. നേരെ കാണുന്ന ഈ റോഡിലൂടെ പട്ടാളക്കാർക്കല്ലാതെ ആർക്കും പ്രവേശനമില്ല. അതുവഴി 1 മണിക്കൂർ യാത്ര ചെയ്താൽ ചൈനയുടെ അതിർത്തിയാണെന്ന് താഷി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. മാഹയിൽ നിന്ന് ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞു. ഇനിയും 60 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് മൊറീറി തടാകത്തിലേക്ക്. മലകളും താഴ്വരകളും മാത്രമുള്ള ഈ ഊഷര ഭൂമിയിലൂടെ ഞങ്ങൾ ഏറെ ദൂരം വീണ്ടും യാത്ര ചെയ്തു. താമസിയാതെ നീല നിറമുള്ള ഒരു ജലപ്പരപ്പ് ദൂരെ പ്രത്യക്ഷപ്പെട്ടു. ആ ജലപ്പരപ്പിലേക്ക് എത്ര ദൂരം യാത്ര ചെയ്തു എന്നറിയില്ല. അടുക്കുംതോറും ഒരു മരീചിക പോലെ ആ ജലപ്പരപ്പ് തെന്നി മാറിക്കൊണ്ടിരുന്നു. അവസാനം അടുത്തെത്തിയപ്പോൾ താഷി പറഞ്ഞു, ഇത് മൊറീറി തടാകമല്ല, അടുത്തുള്ള മറ്റേതോ തടാകമാണത്രേ. പേരറിയാത്ത ഈ തടാകത്തെ വലം വെച്ചുകൊണ്ടുള്ള റോഡിലൂടെ വേണം ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ. ചെറുതിന്റെ സൗന്ദര്യമാണ് ഈ തടാകം. നീലാകാശത്തിന് താഴെ മലകൾക്കിടയിൽ ഒരു കുഞ്ഞു ജലാശയം. ചെറുതെന്നു പറഞ്ഞാൽ പാങ്കോങ്ങിനെ അപേക്ഷിച്ച് ചെറുതാണെന്ന് മാത്രം. ഇതിന്റെ തീരം ചുറ്റാൻ ഞങ്ങൾ ഏറെ സമയമെടുത്തു. പാങ്കോങ് തടാകത്തെക്കാളും ഏറെ മനോഹരമായി ഈ തടാകം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. തൊട്ടടുത്ത മലകളിൽ കയറി നിന്നാൽ ഈ തടാകത്തിന്റെ കാഴ്ച എന്തായിരിക്കുമെന്ന് ഞങ്ങൾ സങ്കല്പിച്ചു. ഇമവെട്ടാതെ ഈ ജലപ്പരപ്പിലേക്ക് നോക്കിക്കൊണ്ടുതന്നെ ഞങ്ങൾ നീങ്ങി. ചെറു തടാകം പിന്നിട്ട് ഏറെ ദൂരം ഞങ്ങൾ പിന്നെയും യാത്ര ചെയ്തു. ഒരു മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം മൊറീറി തടാകം കാണാൻ തുടങ്ങി. ചെറിയ തോതിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. അടുത്തെത്തിയപ്പോഴാകട്ടെ അതാ കാണുന്നു ഒരു കൂറ്റൻ തടാകം. സോ മൊറീറി വെറ്റ്ലാൻഡ് കൺസർവേഷൻ റിസർവ് എന്നാണ് ഈ തടാകം ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഹിമാലയൻ മേഖലയിൽ ഇന്ത്യയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് സോ മൊറീറി. മഴക്കാറ് മൂലം മൂടിക്കെട്ടിയ നിലയിലാണ് ആകാശം.
15,075 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൊറീറി തടാകത്തിന്റെ ഉപരിതല വിസ്തീർണം 30,000 ഏക്കറാണ്. ചങ്താങ് പീഠഭൂമിയിലെ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികൾ വഴി മൊറീറി തടാകത്തിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലങ്ങളിൽ മൊറീറി തടാകം ഏറെക്കുറെ മഞ്ഞായി ഉറച്ചു കിടക്കുകയായിരിക്കും. ഏപ്രിൽ മാസത്തിലാണ് മഞ്ഞുരുകി തുടങ്ങുക. തുടർന്ന് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളാണ് മൊറീറി തടാകത്തിലെ ടൂറിസ്റ്റ് സീസൺ. തടാകത്തിന്റെ അരികിലൂടെയുള്ള മൺപാതയിലൂടെയാണ് ഇപ്പോൾ വാഹനം നീങ്ങുന്നത്. കഴുതപ്പുറത്ത് തടാകം ചുറ്റി നടന്ന് കാണാൻ ഇവിടെ ഡോങ്കി സഫാരി സൗകര്യം ലഭ്യമാണ്. യാത്രയും ക്യാമ്പിംഗുമായി ഏതാനും ദിവസം ഈ സഫാരി നീണ്ടു നിൽക്കും. പാങ്കോങ് തടാകത്തെ അപേക്ഷിച്ച് മൊറീറി തടാകം ചെറുതാണ്. തടാകത്തിന്റെ പരമാവധി നീളം 19 കിലോമീറ്ററും വീതി 3 കിലോമീറ്ററുമാണ്. പാങ്കോങ്ങിലെ പോലെ തന്നെ ഉപ്പ് കലർന്ന വെള്ളമാണ്, തിരയുമുണ്ട്. സമയം ഉച്ച കഴിഞ്ഞേയുള്ളൂവെങ്കിലും തണുപ്പ് പിടിമുറുക്കാൻ തുടങ്ങിയിരുന്നു. വീശിയടിക്കുന്ന കാറ്റ് ആ തണുപ്പിന്റെ കാഠിന്യം വർദ്ധിപ്പിച്ചു. മൊറീറി തടാകക്കരയിൽ ഏറെ നേരം ചെലവഴിച്ച ശേഷം ഞങ്ങൾ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. മൊറീറി തടാകക്കരയിലെ കൊച്ചു ഗ്രാമമാണ് ഇത്. അല്പം ചില വീടുകളും 2-3 ഭക്ഷണശാലകളും കടകളും മാത്രമാണ് ഇവിടെയുള്ളത്. സഞ്ചാരികൾക്ക് താമസിക്കാനായി ഹോം സ്റ്റേ സംവിധാനത്തിലുള്ള ഗസ്റ്റ് ഹൌസുകളും ഇവിടെയുണ്ട്. തടാകത്തിന്റെ ദൂരക്കാഴ്ചയാണ് ഇത്. മൊറീറി തടാകത്തെ പിന്നിലാക്കി ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. തടാകത്തിലൂടെ കൂട്ടമായി നീന്തിപ്പോകുന്ന ബ്രാഹ്മണി കൊക്കുകളെ കണ്ടാണ് ഞങ്ങൾ ഈ ഭാഗത്ത് വണ്ടി നിർത്തിയത്. അവയുടെ 4-5 ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കറുത്ത കഴുത്തുള്ള ബ്രാഹ്മണി കൊക്കുകളുടെയും മറ്റ് ദേശാടന പക്ഷികളുടെയും സംരക്ഷണ കേന്ദ്രമാണ് സോ മൊറീറി. സിന്ധു നദിയുടെ വിവിധ ഭാവങ്ങൾ ക്യാമറയിൽ പകർത്താൻ മടക്കയാത്രയിൽ ഞങ്ങൾക്ക് സാധിച്ചു. സിന്ധു നദിയുടെ മറ്റൊരു മനോഹര തീരമിത. മടക്കയാത്രയിൽ ഒരു ഗ്രാമം സന്ദർശിക്കണമെന്ന ആവശ്യം ഞങ്ങൾ താഷിയെ അറിയിച്ചിരുന്നു. ഹെമിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ഞങ്ങളെ ഇറക്കിയത്. എട്ടോ 10 കുടുംബങ്ങൾ മാത്രമുണ്ടായേക്കാവുന്ന ഒരു കൊച്ചു ഗ്രാമം. പളുങ്കുപോലെ ഒരു അരുവി ചിലങ്ക കെട്ടി റോഡ് മുറിച്ച് കടന്നു പോകുന്നു. കതിരിട്ട് നിൽക്കുന്ന ഗോതമ്പ് പാടവും അതിലേക്ക് വന്ന് പതിക്കുന്ന അരുവിയും നല്ലൊരു ഗ്രാമക്കാഴ്ച തന്നെ.
ഹെമിയ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടാൻ തുടങ്ങിയിരുന്നു. ഞങ്ങൾ വന്നതറിഞ്ഞ് കവലയിൽ ആളുകൾ കൂടി. എവിടെ നിന്നോ ഒരു കുട്ടിയെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അനൂപച്യുതൻ തോളിലേറ്റി. തുടർന്നങ്ങോട്ട് ഫോട്ടോയെടുപ്പിന്റെ ബഹളമായിരുന്നു. BROയിലെ കരാർ തൊഴിലാളിയായ ദിബു, ഗ്രാമത്തിലെ മുതുമുത്തശ്ശി, പേരക്കുട്ടികൾ. അല്പം കഴിഞ്ഞപ്പോൾ ഗ്രാമീണ സ്ത്രീ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് ആടുകളെ തെളിച്ചുകൊണ്ടുവന്നു. ഫോട്ടോയെടുത്തതിന് പ്രതിഫലമായി ഞങ്ങൾ മുത്തശ്ശിക്ക് ചോക്ലേറ്റ് കൊടുത്തു. ചോക്ലേറ്റ് കിട്ടിയ മുത്തശ്ശിയുടെ മുഖത്ത് 110ന്റെ പ്രകാശം. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഇവർക്ക് തപാൽ പെട്ടിയുണ്ട്. ഫോട്ടോയുടെ കോപ്പി അയച്ചു കൊടുക്കുന്നതിന് മേൽവിലാസം വാങ്ങിയ ശേഷമാണ് ഞങ്ങൾ മടങ്ങിയത്. MYA